എത്രയൊക്കെ സാങ്കേതികമായി നമ്മൾ വളർന്നാലും എത്രയൊക്കെ മെഷീൻസ് ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ ഫീൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം, ആ വികാരം ഈ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് മാക്സിമം കൊണ്ടുവരാൻ എന്നെ ഡയറക്ടർ ഒരുപാട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പഴയ കാലഘട്ടം വീണ്ടും പുതുമയിലോട്ട് കൊണ്ടുവരണം. അറ്റ് ദ സെയിം ടൈം എനിക്ക് കിട്ടിയ ഒരൊറ്റ ഐഡിയ ആണ് ആ പഴയ സിംഗേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ ഡെഫിനറ്റ്ലി ഇന്ന് കേൾക്കുന്ന ഏതൊരു 30s തൊട്ടുള്ള 60s വരെയുള്ള എല്ലാവർക്കും പെട്ടെന്ന് അവരുടെ ഒരു പ്രണയകാലത്തിലോട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയും. ആ ഒരു ആശയത്തിൽ നിന്നാണ് ജയേട്ടനെയും മാണിയമ്മേനെയും ഈ പാട്ടിലോട്ട് കൊണ്ടുവന്നത്. ഒരു വലിയ അനുഗ്രഹമായ ഒരു മൊമെൻ്റാണ്. ആക്ച്വലി സോൾഫുൾ സിംഗിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെപ്പോലുള്ള ഒരുപാട് യങ് ജനറേഷൻ മ്യൂസിക് ഡയറക്ടേഴ്സൊന്നും അറിയാത്ത ഒരു വലിയ മേഖല എനിക്ക് കണ്ടെത്തി തന്ന ഒരു പാട്ടാണിത്. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, നമുക്ക് വാണിയമ്മേനെയും ജയേട്ടനെയൊക്കെ ആരും ഇപ്പോൾ അധികം യൂസ് ചെയ്ത് കാണുന്നില്ല. ഇനി അങ്ങോട്ടുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും അവരോട് യൂസ് ചെയ്യണമെന്നാണ്. യങ് ജനറേഷൻ മ്യൂസിക് ഡയറക്ടർ ആയാലും ഇനി വരുന്ന തലമുറകൾക്ക് പോലും ഇനി എത്ര പ്രാവശ്യം യൂസ് ചെയ്താലും ഒരു 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 രീതിയിൽ പോലും നമുക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത വോയിസസ് ആണ്. അത് അത്രയും സോൾഫുള്ളായിട്ട് ഒരു പാട്ട് എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞുകൊണ്ട് പാടുന്ന സിംഗേഴ്സാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നവരെല്ലാവരും. ദേ ആർ ലെജൻഡ്സ്. സോ ആ രീതിയിൽ അങ്ങനെ ഒരു വോയിസസ് എൻ്റെ പാട്ടിലോട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു 1983-ൽ. അത് വലിയൊരു ഭാഗ്യം. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. നറുചിരി 4 മണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. നറുചിരി 4 മണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. ചിറകുമായി ചെറുവയൽ കിളികളായി അലയുവാൻ, പൂന്തേൻ മൊഴികളാൽ കുറുമണി കുയിലുപോൽ കുറുകുവാൻ, ജനലഴി വഴി പകരും നനയൊരു മധുരം, ഒരു കുടയുടെ തണലിലണയും നേരം, പൊഴിയും മഴയിലോലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഓലഞ്ഞാലിക്കുരുവി മാത്രമല്ല, ഓലഞ്ഞാലിക്കുരുവി പോലുള്ള ഒരുപാട് പാട്ടുകൾ ഉണ്ടാകുന്ന ആ ഒരു നിമിഷം, ആ നിമിഷത്തിലേക്ക് എന്നെ എത്തിക്കുന്നത് എൻ്റെ ഇത്രയും വർഷത്തെ ഒരു ട്രാവലാണ്. 22 വർഷം അല്ലെങ്കിൽ 24 വർഷം ഈ ഫീൽഡിലുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ആ ഒരു മൊമെൻറ്റിലോട്ട്, ഏതൊരു പാട്ട് ചെയ്യുമ്പോഴും ആ ഒരു മൊമെൻറ്റിലോട്ട് നമ്മളെ എത്തിക്കുന്നത്. ആ ഒരു കമ്പോസിഷൻ ചെയ്യാൻ ഒരുപക്ഷെ 10 മിനിറ്റ് എടുത്തുണ്ടാവും. പക്ഷേ അത് ഒരുപാട് വർഷങ്ങളുടെ എൻ്റെ ജനിച്ചപ്പോൾ തൊട്ടുള്ള എൻ്റെ ഓർമ്മകളും എൻ്റെ ട്രാവലും അതിൻ്റെയൊക്കെ ഒരു അന്തിമഘട്ടത്തിലാണ് അങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാകുന്നത്. സോ എല്ലാ ട്യൂണിൻ്റെ പിന്നിലും ഒരു സ്റ്റോറി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വേദനയുണ്ടാവും, അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും. അതുപോലെ എനിക്കും ഓലഞ്ഞാലിക്കുരുവി എന്ന് പറഞ്ഞ പാട്ടിനും ഒരുപാട് റിലേഷനുണ്ട്. ഇനി അതുപോലുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. വിജനതി എന്ന് പറഞ്ഞ പാട്ട് അതെനിക്ക് വളരെ ടച്ച് ആയിട്ട് ചെയ്തൊരു പാട്ടാണ്. മഞ്ജു ചേച്ചി തിരിച്ചൊരു 14 വർഷങ്ങൾക്ക് ശേഷം മഞ്ജു ചേച്ചി വരികയാണ്. അപ്പോൾ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ആ പാട്ടിലൂടെയാണ് ജനങ്ങൾ ആദ്യം, പ്രേക്ഷകർ എല്ലാവരും മഞ്ജു ചേച്ചിനെ കാണുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു വലിയ പ്രഷറാണ് ആ സമയത്തുണ്ടായിരുന്നത്. അതെങ്ങനെ ഏത് പാട്ടിലൂടെ ഒരുപാട് വേദനകളും യാതനകളും അനുഭവിക്കുന്ന ഒരു
ക്യാരക്ടറാണ് ആ സിനിമയിൽ, ഹോൾഡർ എന്നുള്ള സിനിമയിൽ. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു പെയിൻ ഉണ്ടായിരിക്കണം, ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിരിക്കണം, അറ്റ് ദ സെയിം ടൈം സോഫ്റ്റ്നെസ്സും ഉണ്ടായിരിക്കണം. അതാണ് റോഷൻ ആൻഡ്രൂസ് സാർ എന്നോട് പറഞ്ഞത്. സോ അങ്ങനെയാണ് ആ വിജയനതയിൽ എന്ന് പറഞ്ഞ പാട്ടിലോട്ട് എത്തുന്നത്. അങ്ങനെ ഓരോ പാട്ടിൻ്റെ പിന്നിലും ഒരുപാട് ഹാർഡ് വർക്കുണ്ട്. ഹാർഡ് വർക്ക് ഇൻ ദ സെൻസ് നമ്മൾ കൈത്തൊഴിലോ അല്ലെങ്കിൽ കൽപ്പണി എടുക്കുന്ന പോലെയല്ല, ഒരുപാട് മൈൻഡ് വർക്കാണ് ഈ ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് യാത്രകളുണ്ട്, മാനസികമായ യാത്രകളുണ്ട്. ഇപ്പോൾ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, ആ ഒരു നോട്ട് സെലക്ഷനിലോട്ട് ജോൺസൺ മാഷ് എത്തണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം ട്രാവൽ ചെയ്തിട്ടുണ്ടാവണം, മ്യൂസിക്കലി മെൻ്റലി ഒരുപാട് ട്രാവൽ ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു മനോഹരമായ ഗാനം ജോൺസൺ മാഷിന് അന്ന് ചിട്ടപ്പെടുത്താൻ കഴിവുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളം അദ്ദേഹം സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ, അദ്ദേഹം ചിന്തിച്ച വഴികളിലൂടെ എല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതുപോലുള്ളൊരു മെലഡി നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ആ ഒരു തിങ്കിങ് പ്രോസസ്സ് നിലയ്ക്കാതെ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.